അട്ടപ്പാടി കരുവാര ഉന്നതിയിൽ പണി പൂർത്തിയാകാത്ത വീട് തകർന്നു വീണ് ഇന്നലെ മരിച്ചത് 2 ചെറിയ കുട്ടികളാണ്. ആ മരണത്തിൽ ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് കുട്ടികളുടെ അമ്മ. പ്രൊമോട്ടറെ ബന്ധപ്പെട്ടുവെങ്കിലും കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം കിട്ടിയില്ല എന്നാണ് അമ്മ പറയുന്നത്. ഒടുവിൽ ബന്ധുക്കളുടെ ഇരുചക്ര വാഹനങ്ങളിലാണ് കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത്. പൊട്ടിയ ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങളെല്ലാവരും ഓടിപ്പോയി നോക്കുമ്പോൾ ഒരാൾ കുഴപ്പമില്ലായിരുന്നു, ബാക്കി 2 പേരുടെ മേലായിരുന്നു, ഞങ്ങളുടെ കുട്ടികളുടെ മേലായിരുന്നു ഇത് രണ്ടും ഇതൊക്കെ കയറിയിട്ടുണ്ട്. ഒരാളെത്തി നോക്കുമ്പോൾ തന്നെ പോയിട്ടുണ്ട്. മറ്റേ കുറച്ചെങ്ങനെ ഉണ്ടായിരുന്നു, ചെറുതിനുണ്ടായിരുന്നില്ല, വലിയവനൊക്കെ അനക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അമർത്തുമ്പോൾ ശ്വാസമൊക്കെ വിടുന്നുണ്ട്, പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ വായൊക്കെ അനക്കുന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്ന് വണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ജീവനുണ്ടായിരിക്കും ഒരാളെങ്കിലും. വീട് കൊടുത്താൽ വീട് പൂർത്തിയാക്കി കൊടുത്താൽ മതി. പിന്നെ ഈ പകുതി പൈസ കൊടുത്തിട്ട് ഇതുപോലെ വേറെ കുട്ടികളാക്കണ്ട. ദീപക് മലയമ്മ വിവരങ്ങൾ നൽകും. ദീപക്, ആ അമ്മയുടെ 2 കുഞ്ഞുങ്ങളും മരിച്ചുപോയി. പ്രൊമോട്ടർ എത്തിയിരുന്നെങ്കിൽ വേഗം വാഹനത്തിൽ കുട്ടികളെ എത്തിക്കാമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പ്രൊമോട്ടറുടെ പ്രതികരണം നമുക്ക് ലഭ്യമായോ? കരുവാര മേലെ ഉന്നതിയിലെ 2 കുട്ടികളുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. അത് വലിയൊരു വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ കുട്ടികളുടെ അമ്മ ദേവി പറഞ്ഞതുപോലെ ഒരു ഘട്ടത്തിൽ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ കുട്ടികളെ പുറത്തേക്ക് എടുക്കുകയും മൂത്ത കുട്ടി ആദിക്ക് ആ ഘട്ടത്തിൽ മിടിപ്പുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കുട്ടി സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അമ്മ പറയുന്നത്. ആ ഘട്ടത്തിൽ ഒരു വാഹനം കിട്ടുന്നതിന് വേണ്ടി കുട്ടികളെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പ്രൊമോട്ടറെ ബന്ധപ്പെടുന്നുണ്ട്. എന്നാൽ പ്രൊമോട്ടർ ഒരു തരത്തിലും വാഹനം അറേഞ്ച് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ അതിന് തുടർ നീക്കങ്ങൾക്കോ ഉള്ള ശ്രമങ്ങൾ നടത്തിയില്ല എന്നുള്ള ഗുരുതരമായ ആക്ഷേപമാണ് ഈ കുട്ടികളുടെ അമ്മ ദേവി നടത്തിയിരിക്കുന്നത്. ഒരു തരത്തിലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വീടുകൾ അനുവദിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാനുള്ള നടപടികൾ ഉണ്ടാകണം എന്നുള്ള ആവശ്യവും കൂടി അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പ്രൊമോട്ടറുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായി എന്ന് തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ നീക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് പ്രൊമോട്ടറുടെ ജോലി എന്ന് പറയുന്നത്. പക്ഷേ ഈ കുട്ടികൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുകയും ആ അപകടത്തിൻ്റെ ഭാഗമായി അവർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ അവർക്കൊരു സഹായം ആവശ്യപ്പെട്ടപ്പോൾ അവർ ഇടപെടൽ പ്രൊമോട്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ള. ശരി, ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് കണ്ണിൽ ചോരയില്ലേ എന്ന് തോന്നിപ്പോക്കും ചില സംഭവങ്ങൾ കാണുമ്പോൾ.